KPCC പുനഃസംഘടനാ പട്ടിക പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കകം. ഈ മാസം 24-ന് ശേഷം പട്നയിൽ നടക്കുന്ന കോൺഗ്രസ് വിപുലീകൃത പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപനം നടത്താനാണ് തീരുമാനം. DCC അധ്യക്ഷന്മാരുടെ പട്ടികയും ഇതിനൊപ്പം പ്രഖ്യാപിക്കും. 24 ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി KPCCയുടെ പുതിയ നേതൃത്വം നടത്തിയ ചർച്ചയിൽ പുനഃസംഘടനാ പട്ടിക സംബന്ധിച്ച് ഏകദേശ ധാരണയായിട്ടുണ്ട്. പട്നയിൽ വെച്ച് അന്തിമ ധാരണയുണ്ടാക്കാനാണ് തീരുമാനം. ബുധനാഴ്ച പട്നയിൽ നടക്കുന്ന വിപുലീകൃത പ്രവർത്തക സമിതി യോഗത്തിനായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും പട്നയിൽ എത്തുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ഡോക്ടർ ശശി തരൂരും പട്നയിലുണ്ടാകും. അവിടെ വെച്ച് അന്തിമ ധാരണയിലെത്തിയ ശേഷം പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനാണ് തീരുമാനം. 9 വൈസ് പ്രസിഡന്റുമാർ, 40 ജനറൽ സെക്രട്ടറിമാർ, 90 സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരടങ്ങുന്ന പട്ടികയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പട്ടികയും ഇതിനൊപ്പം പ്രഖ്യാപിക്കാനാണ് തീരുമാനം. മുഴുവൻ ജില്ലാ അധ്യക്ഷന്മാരെയും മാറ്റണമെന്നതിൽ ഇപ്പോഴും അന്തിമ തീരുമാനമായിട്ടില്ല. തൃശൂർ ഒഴികെയുള്ള എല്ലാ DCC അധ്യക്ഷന്മാരെയും മാറ്റുന്ന തരത്തിലും 9 DCCകൾ മാത്രം അഴിച്ചുപണി നടത്തുന്ന തരത്തിലും വെവ്വേറെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ജംബോ പട്ടികയ്ക്ക് നേതൃത്വം സമ്മതം മൂളിയത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡ് നറുക്കെടുപ്പ് ഈ മാസം 30-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ആരംഭങ്ങളിലേക്ക് കടക്കുമെന്നതിനാൽ പുനഃസംഘടന എത്രയും വേഗം പൂർത്തിയാക്കാനാണ് KPCC നേതൃത്വത്തിലെ ധാരണ. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.